കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് വളരെ ശ്രദ്ധേയമാണ്. മലങ്കര സഭയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിക്ക് വിധി ലഭിച്ചിട്ടും അത് ഇടവകക്കാരോട് പോലും അറിയിക്കാതെ ദേവലോകത്ത് അടച്ചുവെച്ചിരിക്കുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിധി വിശ്വാസികളിൽ നിന്ന് മറച്ചുവെക്കുന്നതിന്റെ കാരണം എന്താണ്? കൊച്ചിയുമായി ഡീൽ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആമയും കരടിയും കോടനാടനും ഡീലുകളുടെ ഉസ്താദുകളായതുകൊണ്ടാണ് വിശ്വാസികൾക്ക് സംശയം. കോടികളുടെ ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച ഈ അരിപ്രാഞ്ചിമാർക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ സ്ഥാനം നിലനിർത്തണം. അതിനുള്ള തത്രപ്പാടിലാണ് അരിപ്രാഞ്ചികൾ. ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പ് ശ്രദ്ധേയമാകുന്നത്. കാത്തോലിക്ക ഭാവയുടെ പരിഗണനയിൽ 6 പള്ളികളാണ് നിലവിലുള്ളത്. അതിൽ 3 പള്ളികൾ പാലക്കാട് ജില്ലയിലും 2 പള്ളികൾ എറണാകുളം ജില്ലയിലുമാണ്. ഒരു പള്ളി കൊല്ലം ജില്ലയിലുമാണ്. കൊല്ലം ജില്ലയിലെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത പള്ളി നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ യാതൊരു ആരാധനാക്രമങ്ങളും നടക്കുന്നില്ല. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ 6 പള്ളികൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഇതിനു പുറമെ ഏകദേശം 1000-ഓളം പള്ളികൾ കൂടി ഉള്ള സാഹചര്യത്തിൽ സമഗ്രമായ വിഷയത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനായി സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ചില സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട കക്ഷികൾ പരസ്പരം സൗഹാർദ്ദപരമായി പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. പ്രാദേശിക തലത്തിൽ തന്നെ അവർ തങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരികയാണ്. എന്നാൽ പള്ളികളുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രസ്തുത തർക്കങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ പള്ളികളെ സംബന്ധിച്ച് അവിടെ നിന്ന് എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തിന് കൂടുതൽ അംഗബലമുള്ളതും മറ്റൊരു വിഭാഗം പള്ളിയുടെ ഭരണനിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതുമായ സാഹചര്യങ്ങളിലാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ അത്തരം സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് സംബന്ധിച്ച് ഇരു മെത്രോപൊലീത്തമാരുമായും സർക്കാർ ഉന്നതതല ചർച്ചകൾ ഇന്നലെ മെത്രോപൊലീത്തയുമായി ഒരു ഉന്നതതല ചർച്ച നടത്തുകയും പ്രസ്തുത സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ച് വിശദമായി ആലോചിക്കുകയും ചെയ്തു. നിലവിലുള്ള തർക്കത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനർഹമായ പ്രയോജനം ലഭിക്കാത്ത വിധം പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഈ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കണമെന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുകയും സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇരു കത്തോലിക്കാസുമാരും പ്രസ്തുത ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്. അവർക്കിടയിൽ ചർച്ചകൾ നടന്നു വരികയാണ്. 1958 മുതൽ 1970 വരെ തർക്കങ്ങളൊന്നും നിലനിന്നിരുന്നില്ല എന്ന ചരിത്രപരമായ സാഹചര്യമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. ആ കാലഘട്ടത്തിൽ സജീവമായ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. 1912 മുതൽ 1958 വരെയുള്ള കാലയളവിലാണ് 1934 ഭരണഘടന നിലവിൽ വന്നതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളിൽ വിവിധ തർക്കങ്ങൾ ഉടലെടുക്കുകയും നിരവധി കേസുകൾ ഫയൽ ചെയ്യപ്പെടുകയും ചെയ്തത്. 1958 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. അതിനുശേഷം ഏകദേശം 12 മുതൽ 13 വർഷത്തോളം യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഇരു വിഭാഗങ്ങളും തുറന്ന മനസ്സോടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ സമാനമായ ഒരു സമാധാനപരമായ സാഹചര്യം വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിൽ ഈ 6 പള്ളികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാലും അതേ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റു പള്ളികളിലും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ 6 പള്ളികളിൽ മാത്രം പരിമിതപ്പെടുന്ന വിഷയമല്ല. ഇത് ഒരു ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട വിശാലമായ വിഷയമാണ്. വാദത്തിനിടെ അങ്ങയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ അന്തോക്യയിലെ പാത്രിയർക്കീസിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയവും പരാമർശിക്കപ്പെട്ടു. ഇരു വിഭാഗങ്ങളും അന്തോക്യയിലെ പാത്രിയർക്കീസുമായി ബന്ധമുള്ളവരാണ്. പാത്രിയർക്കീസിന് സഭയുടെ താൽക്കാലിക കാര്യങ്ങളിലും പ്രത്യേകിച്ച് സഭയുടെ ഭരണനിർവഹണത്തിലും അധികാരമുണ്ടോ എന്നതാണ് നിലവിലെ പ്രധാന ചോദ്യം. അതാണ് അടിസ്ഥാനപരമായ തർക്ക വിഷയം. 1970 ശേഷമാണ് പ്രധാനമായും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആരംഭിച്ചത്. അതിനുമുമ്പ് തർക്കം അടിസ്ഥാനപരമായ തത്വങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഇപ്പോൾ തർക്കം പ്രധാനമായും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ പരസ്പര ചർച്ചകൾ ആവശ്യമാണ്. അതിനായുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. എല്ലാ കേസുകളിലും UDC റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ 6 കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പരിശോധിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 പള്ളികളും സജീവമായ ആരാധനാ കേന്ദ്രങ്ങളാണ്. AD 52 മുതൽ 1912 വരെ ഈ ജനവിഭാഗങ്ങൾ ഈ രാജ്യത്ത് യാതൊരു തർക്കവുമില്ലാതെ ജീവിച്ചു വന്നിരുന്നു. 1912 ആരംഭിച്ച തർക്കമാണ് ഇപ്പോൾ ഏകദേശം 115 വർഷമായി തുടരുന്നത്. അതിനാൽ ഈ തർക്കത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി എല്ലാ വിഭാഗങ്ങളും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. ഈ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിക്കുന്ന ഏത് ഉത്തരവും സർക്കാർ പൂർണ്ണമായും പാലിക്കുന്നതാണ്. എന്നിരുന്നാലും നിലവിൽ സർക്കാർ സ്വീകരിക്കുന്ന സമാധാനപരമായ പരിഹാര ശ്രമങ്ങൾ തുടരുന്നതിനായി കുറച്ച് അവസരം അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇക്കാര്യം ഈ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കണമെന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാർ ആത്മാർത്ഥമായും ഗൗരവമായും ശ്രമിച്ചു വരികയാണ്. ഇതിനായി കുറച്ചു സമയം അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർക്കാർ ഇത്തരത്തിൽ ഒരു മുൻകൈ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് ഗൗരവമായ ശ്രമങ്ങൾ നടത്തി വരികയാണെന്നുള്ള വസ്തുത അങ്ങയുടെ വിധിന്യായത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിലവിൽ ബന്ധപ്പെട്ട കാത്തോലിക്കോസുമാരിൽ ഒരാൾ സ്ഥലത്തില്ല. അദ്ദേഹം ചിക്കാഗോയിലാണ്. അദ്ദേഹം ഉടൻ തിരിച്ചെത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ തിരിച്ചുവരവിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തി
ഒരു ഉന്നതതല ചർച്ച നടത്തുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് ഈ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുന്നതാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്.